ഫുട്ബോൾ ആരാധകരുടെ കണ്ണുകളെല്ലാം വാഷിംഗ്ടൺ കെന്നഡി സെന്ററിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ഗ്രൂപ്പുകളെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും അവിടെ. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് 4 ടീമുകളുള്ള 12 ഗ്രൂപ്പുകൾ നറുക്കിട്ടെടുക്കുക. ഇതിനോടകം ടീമുകളെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 4 പോട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാം പോട്ടിൽ ആതിഥേയ രാജ്യങ്ങളായ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവർക്കൊപ്പം റാങ്കിങ്ങിൽ മുന്നിലുള്ള 9 ടീമുകൾ. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ അർജന്റീനയും ബ്രസീലും പോലുള്ള ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരാത്ത തരത്തിലായിരിക്കും ഗ്രൂപ്പ് നിശ്ചയിക്കുക. യൂറോപ്യൻ മേഖലയിലെ 2ലധികം ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരാതിരിക്കുന്നതും ഉറപ്പാക്കും. ഫിഫ റാങ്കിങ്ങിൽ 1ഉം 2ഉം സ്ഥാനക്കാരായ സ്പെയിനും അർജന്റീനയും 3ഉം 4ഉം സ്ഥാനക്കാരായ ഫ്രാൻസും ഇംഗ്ലണ്ടും ഫൈനലിന് മുമ്പ് നേർക്കുനേർ വരികയുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ചടങ്ങിലെ മുഖ്യാതിഥി. ഫിഫ പുതുതായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ട്രംപ് നേടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സമാധാനത്തിനുള്ള നൊബേൽ കിട്ടാതിരുന്ന ട്രംപിന് വേണ്ടി ഉറ്റ സുഹൃത്ത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ സമാശ്വാസ സമ്മാനമാണ് പുരസ്കാരമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പരിഹാസം. സ്പോർട്സ് ഡെസ്ക് 24.